പ്രിയമുള്ള വിദ്യാർത്ഥികളെ, നിങ്ങൾക്കെല്ലാവർക്കും +1 അക്കൗണ്ടൻസി ഓൺലൈൻ ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ചാപ്റ്റർ 4 റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് അതിൻ്റെ രണ്ടാം ഭാഗമാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ സ്പെഷ്യൽ പർപ്പസ് ബുക്സ് അല്ലെങ്കിൽ ഡേ ബുക്സ് എന്നുള്ളത് എന്താണ് എന്നുള്ളതാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്നിടാം സ്പെഷ്യൽ പർപ്പസ് ബുക്സ് അല്ലെങ്കിൽ ഡേ ബുക്സ് എന്നുള്ളത് എന്താണ്. When the size of business and transactions are large, ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ വലിപ്പം വളരെയധികം വലിപ്പമുള്ള ബിസിനസ് സ്ഥാപനം വലിയ ബിസിനസ് സ്ഥാപനമാവുകയും അതിൻ്റെ ഇടപാടുകൾ ഒരുപാടുണ്ടാവുകയും ചെയ്താൽ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് ഇൻ വൺ ജേണൽ വിൽ നോട്ട് ബി കൺവീനിയൻറ്റ്. ഒരു ജേണലിൽ എല്ലാ ഇടപാടുകളും ആയിരക്കണക്കിന് എല്ലാ ഇടപാടുകളും ഒരൊറ്റ ജേണൽ ബുക്കിൽ എഴുതുന്നത് സൗകര്യപ്രദമാവില്ല. നമുക്കറിയാം, ആദ്യമായിട്ട് ഇടപാടുകൾ എഴുതുന്ന ബുക്കിനെയാണ് നമ്മൾ ജേണൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇടപാടുകൾ ആദ്യമായിട്ട് എഴുതുന്ന ഈ ബുക്കിൽ എല്ലാ ഇടപാടുകളും ഒറ്റ ബുക്കിൽ തന്നെ എഴുതുകയാണെങ്കിൽ അത് വലിയ പ്രയാസം ഉണ്ടാക്കും, അത് സൗകര്യപ്രദമാവില്ല. ആൻഡ് കോസ്റ്റ് ഡിലേ ഇൻ കളക്ടിങ് ഇൻഫർമേഷൻ. അതിൽ നിന്ന് ഈ ജേണലിൽ നമുക്ക് വിവരങ്ങൾ എടുക്കാൻ വളരെയധികം പ്രയാസം ഉണ്ടാകും, താമസം ഉണ്ടാകും, കണ്ടെത്താൻ തന്നെ ബുദ്ധിമുട്ടാകും. മെനി ഓഫ് ദ ട്രാൻസാക്ഷൻസ് ആർ റെപ്പറ്റേറ്റീവ് ഇൻ നേച്ചർ. പല ഇടപാടുകളും നമുക്കറിയാം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നതാണ്. ഈ സെപ്പറേറ്റ് ജേണൽസ് ആർ കെപ്റ്റ് ഫോർ റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ഓഫ് സിമിലർ നേച്ചർ. ഒരേപോലുള്ള ഇടപാടുകൾ, ഇങ്ങനെയുള്ള ഇടപാടുകൾ രേഖപ്പെടുത്താൻ പ്രത്യേകം ജേണലുകൾ വെക്കുകയാണെങ്കിൽ ജേണലൈസിങ് ആൻഡ് പോസ്റ്റിംഗ് വിൽ ബി ഈസിയർ. ജേണലൈസിങ്ങും പോസ്റ്റിങ്ങും ഒക്കെ വളരെ എളുപ്പമാവും. ജേണലൈസിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ആദ്യമായിട്ട് ജേണലിൽ എഴുതുന്നു, ആ ജേണലിൽ എഴുതുന്നതിനാണ് ജേണലൈസിംഗ് എന്ന് പറയുന്നത്. ജേണലിൽ നിന്ന് ബുക്കിലേക്ക് മാറ്റി എഴുതുന്നതിനാണ്, അക്കൗണ്ട് ബുക്കിലേക്ക് മാറ്റി എഴുതുന്നതിനാണ് നമ്മൾ പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ജേണലൈസിങ്ങും പോസ്റ്റിങ്ങും ഒക്കെ വളരെ എളുപ്പമായിരിക്കും ഒരേപോലുള്ള ഇടപാടുകൾ രേഖപ്പെടുത്തുന്നതിന് വേണ്ടി പ്രത്യേകം ജേണലുകൾ വെക്കുന്നത്. Therefore, the journal is subdivided into many subsidiary books called special journals or day books. അപ്പോൾ ഈ സൗകര്യത്തിന് വേണ്ടി ഒരേപോലുള്ള ഇടപാടുകൾ ഒരു ജേണലിൽ എഴുതുന്നു. ഇങ്ങനെ ചെയ്യുന്നതിന് വേണ്ടി ഈ ജേണലിനെ നമ്മൾ പലതായി സബ്ഡിവൈഡ് ചെയ്യുന്നു. ഇങ്ങനെ സബ്ഡിവൈഡ് ചെയ്തപ്പെട്ട ജേണലിനെയാണ് നമ്മൾ സ്പെഷ്യൽ ജേണൽസ് ഓർ ഡേ ബുക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ജേണലിനെ സബ്ഡിവൈഡ് ചെയ്താണ് സ്പെഷ്യൽ ജേണൽസ് ഓർ ഡേ ബുക്ക് എന്ന് പറഞ്ഞാൽ. എല്ലാ ജേണലുകളിലും ഒരൊറ്റ ബുക്കിൽ എഴുതാതെ ഒരേപോലുള്ള ഇടപാടുകൾ ഓരോ ജേണലും പ്രത്യേകം ജേണലുകൾ എഴുതുന്നതിനാണ് നമ്മൾ അത്തരം ബുക്കുകളെയാണ് നമ്മൾ സ്പെഷ്യൽ ജേണൽസ് ഓർ ഡേ ബുക്സ് എന്ന് പറയുന്നത്. ദ ജേണൽ ഇൻ വിച്ച് ട്രാൻസാക്ഷൻസ് ഓഫ് സിമിലർ നേച്ചർ ഓർ റെക്കോർഡർ ഈസ് നോൺ ആസ് സ്പെഷ്യൽ ജേണൽ ഓർ ഡേ ബുക്ക്. അപ്പോൾ നമ്മൾ ഒരേപോലുള്ള ഇടപാടുകൾ എഴുതുന്നതിന് ഉപയോഗിക്കുന്ന ബുക്കിനെയാണ് നമ്മൾ സ്പെഷ്യൽ ജേണൽസ് അല്ലെങ്കിൽ ഡേ ബുക്ക് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ മേന്മകൾ, അഡ്വാൻറ്റേജസ് ഓഫ് ഡേ ബുക്സ്, ഡേ ബുക്കുകളുടെ മേന്മകൾ എന്തൊക്കെയാണെന്ന്, ഇങ്ങനെ എഴുതുന്നതുകൊണ്ട് എന്തൊക്കെ മെച്ചങ്ങളുണ്ട് എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ ഇടപാടുകളും വലിയൊരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ കോടിക്കണക്കിനായ ഇടപാടുകൾ ഒരൊറ്റ ബുക്കിൽ എഴുതാതെ ഒരേപോലുള്ള ഇടപാടുകൾ വ്യത്യസ്ത ബുക്കുകളിൽ അഥവാ സ്പെഷ്യൽ ജേണലുകളിൽ എഴുതുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഡേ ബുക്കുകളിൽ എഴുതുന്നത് കൊണ്ട് എന്ത് മെച്ചമാണ് ഉള്ളത് എന്നാണ്. മെച്ചങ്ങൾ, അഡ്വാൻറ്റേജസ് ഒന്ന് നോക്കാം. ഡിവിഷൻ ഓഫ് വർക്ക് സ്ക്രീനിൽ കാണുന്നിടാം. ഒന്ന്, ഇതുകൊണ്ടുണ്ടാകുന്ന നേട്ടം എന്ന് പറയുന്നത് ഡിവിഷൻ ഓഫ് വർക്ക് നടക്കും. എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിശദീകരണം, ദ അക്കൗണ്ടിങ് വർക്ക് മേ ബി ഡിവൈഡഡ് അമംഗ് ഡിഫറൻറ്റ് ക്ലർക്ക്. നമുക്ക് വ്യത്യസ്ത ക്ലർക്കുമാർക്ക് പല അക്കൗണ്ടിങ് വർക്കുകൾ, ഇങ്ങനെ അക്കൗണ്ടിങ് വർക്കിനെ തന്നെ ഒരു സ്ഥാപനത്തിലെ അക്കൗണ്ടിങ് വർക്കിനെ പലതായി വിഭജിച്ച് ഓരോ അക്കൗണ്ടിങ് വർക്കുകളും വ്യത്യസ്ത ക്ലർക്കുമാരെ ഏൽപ്പിക്കാൻ പറ്റും. രണ്ടാമത്തെ മെച്ചം സ്പെഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ എഴുതുന്നതുകൊണ്ട് ഒരു ക്ലർക്ക് ഒരേ ഇടപാടുകൾ, ഒരേ രീതിയിലുള്ള ജോലിയാണ്, ഒരേ രീതിയിലുള്ള കാര്യങ്ങളാണ് ദിവസം ചെയ്യുന്നത്, ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ക്ലർക്ക് ചെയ്യുന്ന ജോലിയിൽ അയാൾ എന്ത് ചെയ്യുന്നു, റെഗുലർലി
ദിവസവും വെൻ ദ സെയിം വർക്ക് ഈസ് ഡൺ ബൈ എ പേഴ്സൺ റെഗുലർലി, ഒരാൾ സ്ഥിരമായി ഒരു ജോലി തന്നെ ചെയ്തുകൊണ്ടിരുന്നാൽ ഹി വിൽ ബിക്കം മോർ എഫിഷ്യൻറ്റ്, അയാൾ അതിൽ വളരെയധികം വിദഗ്ധനായി മാറും. അപ്പോൾ ഇങ്ങനെ വൈദഗ്ധ്യവൽക്കരണം കഴിവുള്ളവരായി മാറ്റും ഈ ഓരോ ക്ലർക്കുമാരെയും, അക്കൗണ്ട് വർക്ക് ചെയ്യുന്ന ക്ലർക്കുമാരെയും അവരുടെ ജോലിയിൽ കഴിവുള്ളവരാക്കി മാറ്റും, വിദഗ്ധരാക്കി മാറ്റും. അപ്പോൾ സ്പെഷ്യലൈസേഷൻ, വൈദഗ്ധ്യവൽക്കരണത്തിൻ്റെ മേന്മ ലഭിക്കുന്നു. ഓരോരുത്തരും സ്പെഷ്യലിസ്റ്റുകളായി മാറുന്നു. മൂന്നാമത്തെ മേന്മ എന്ന് പറയുന്നത് അവൈലബിലിറ്റി ഓഫ് ഇൻഫർമേഷനാണ്. ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു എ പർട്ടിക്കുലർ ഐറ്റം ഈസ് അവൈലബിൾ വിത്തൗട്ട് മച്ച് ഡിലേ എന്ന് പറഞ്ഞാൽ വിവരങ്ങൾ ലഭ്യമാകരുത്. വിവരങ്ങൾ ഓരോ വ്യത്യസ്ത ഐറ്റം, ഓരോ ഇടപാടുകളുടെയും സംബന്ധിച്ചുള്ള വിവരങ്ങൾ വലിയ ഡിലേ ഇല്ലാതെ തന്നെ, എന്ന് പറഞ്ഞാൽ താമസമില്ലാതെ തന്നെ നമുക്ക് കിട്ടുന്നു. അപ്പോൾ വിവരങ്ങൾ നമുക്ക് എളുപ്പത്തിൽ ഓരോ ജേണലിൽ നിന്നും ഓരോ പർട്ടിക്കുലർ ഐറ്റവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആ പർട്ടിക്കുലർ ഐറ്റം എഴുതിയ ജേണലിൽ നിന്ന് മാത്രം തിരഞ്ഞെടുക്കാൻ എളുപ്പമായിരിക്കും. അങ്ങനെ വ്യത്യസ്ത തരം ജേണൽ ബുക്കുകൾ നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ, വ്യത്യസ്ത തരം ജേണൽ ബുക്കുകൾ ഒരേപോലുള്ള ഐറ്റങ്ങൾ എഴുതുന്നതിന് വേണ്ടി വ്യത്യസ്ത തരം ജേണൽ ബുക്കുകൾ ഉണ്ടാക്കി വെച്ചാൽ അത് വിവരങ്ങൾ വീണ്ടെടുക്കാൻ, ആ ബുക്കുകളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാൻ എളുപ്പമായി മാറും. നാലാമത്തെ ഫെസിലിറ്റി ഇൻ ചെക്കിങ്. ഫെസിലിറ്റി ഇൻ ചെക്കിങ് എന്ന് പറഞ്ഞാൽ വിൽ റെഡ്യൂസ് ദ ചാൻസസ് ഓഫ് ഇറേഴ്സ്, തെറ്റുകൾ വരാനുള്ള സാധ്യതകൾ കുറയും. കാരണം ഒരേപോലുള്ള സിമിലറായിട്ടുള്ള അക്കൗണ്ടിങ് ഇടപാടുകൾ എഴുതാൻ, ഒരേപോലുള്ള ഇടപാടുകൾ എഴുതാൻ ഒരു ജേണൽ ബുക്കിന് ഒരു ക്ലർക്കിനെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ ഓരോ ജേണലുകളും, ഓരോ സ്പെഷ്യൽ ജേണലുകളും ഓരോ ക്ലർക്കുമാരെ ഏറ്റെടുക്കുമ്പോൾ അവർക്ക് അതിൽ തെറ്റു വരാനുള്ള സാധ്യത കുറയും. എല്ലാം കൂടി മിക്സ് ചെയ്യാത്തതുകൊണ്ട് ഓരോരുത്തരും പ്രത്യേകം ജേണലുകൾ എഴുതുന്നത് കൊണ്ട് ആ എഴുതുന്ന ഇടപാടുകൾ എഴുതുന്നതിൽ തെറ്റു വരാനുള്ള സാധ്യത കുറവായിരിക്കും. അപ്പോൾ ഈ 4 കാര്യങ്ങളാണ് നമ്മൾ അഡ്വാൻറ്റേജസ് ഓഫ് ഡേ ബുക്സ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഡേ ബുക്കുകൾ ഇങ്ങനെ വ്യത്യസ്ത തരം ഡേ ബുക്കുകൾ ഒരു ബിസിനസ് സ്ഥാപനം സൂക്ഷിച്ചു വെക്കുന്നതുകൊണ്ടുള്ള മേന്മകൾ എന്തൊക്കെയാണെന്നുള്ളത് ആണ് ഈ 4 പറയുന്നത്. 1 ഡിവിഷൻ ഓഫ് വർക്ക്, ചിത്രങ്ങളും അതുമായി ബന്ധപ്പെട്ട ചിത്രവും പിക്ചറും ഇവിടെ കാണുന്നുണ്ടാവും. 2 സ്പെഷ്യലൈസേഷൻ, 3 അവൈലബിലിറ്റി ഓഫ് ഇൻഫർമേഷൻ, 4 ഫെസിലിറ്റി ഇൻ ചെക്കിങ്. 1 ജോലി വിഭജനം, 2 വൈദഗ്ധ്യവൽക്കരണം, 3 വിവരങ്ങൾ ലഭ്യമാകൽ, 4 അത് ചെക്കിങ്ങിന് ചെക്ക് ചെയ്ത് നോക്കാൻ, ശരിയാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ വളരെ എളുപ്പമാകും. ഇനി അടുത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ഡേ ബുക്സുകൾ, പ്രധാനപ്പെട്ട, നമ്മൾ നേരത്തെ പറഞ്ഞു വലിയൊരു ബിസിനസ് സ്ഥാപനമാണെങ്കിൽ ആ ബിസിനസ് സ്ഥാപനത്തിൽ ഒരുപാട് ഇടപാടുകൾ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഇടപാടുകൾ രേഖപ്പെടുത്തുന്നതിന് വേണ്ടി വ്യത്യസ്ത തരം, ഒരു ജേണൽ മാത്രം എഴുതാതെ വ്യത്യസ്ത തരം ജേണൽ ബുക്കുകൾ ഉപയോഗിക്കാം. ഇങ്ങനെ വ്യത്യസ്ത തരം ഡേ ബുക്കുകൾ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള മേന്മകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു. ഇനി ഏതൊക്കെയാണ് ഈ വ്യത്യസ്ത തരം ഡേ ബുക്കുകൾ, പ്രധാനപ്പെട്ട ഡേ ബുക്കുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്കിവിടെ നോക്കാം. 1 ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്ക് എന്തിനാണെന്നുള്ളത് നേരെ കൊടുത്തിട്ടുണ്ട്, സ്ക്രീനിൽ കാണുന്നുണ്ടാവും. ഫോർ റെക്കോർഡിംഗ് ഓൾ ക്യാഷ് ട്രാൻസാക്ഷൻ, എല്ലാ ക്യാഷ് ഇടപാടുകളും, ക്യാഷ് കൊടുത്തത് അതുപോലെ കിട്ടിയത്, ക്യാഷ് പേയ്മെൻറ്റ് അതുപോലെ ക്യാഷ് റിസീപ്റ്റ്, ഇങ്ങനെ ക്യാഷുമായി ബന്ധപ്പെട്ട പണമിടപാടുകൾ എന്തൊക്കെയുണ്ടോ, ക്യാഷുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ എന്തൊക്കെയാണോ അതൊക്കെ നമ്മൾ ക്യാഷ് ബുക്കിലാണ് എഴുതേണ്ടത്. അപ്പോൾ ക്യാഷ് ഇടപാടുകൾ എഴുതുന്നതിനുള്ള ബുക്കാണ് ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പർച്ചേസ് ബുക്ക്. പർച്ചേസ് ബുക്ക് എന്ന് പറയുന്നത് ഫോർ റെക്കോർഡിംഗ് ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സ്, കടമായിട്ട് നമ്മൾ സാധനങ്ങൾ വാങ്ങിയാൽ, പർച്ചേസ് ചെയ്താൽ, അപ്പോൾ ക്രെഡിറ്റ് പർച്ചേസ് ഉണ്ടെങ്കിൽ, കടമായി സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ എഴുതുന്ന ബുക്കാണ് പർച്ചേസ് ഡേ ബുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ പർച്ചേസ് ഡേ ബുക്ക് കടമായി സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് എഴുതാനുള്ള ബുക്കാണ് പർച്ചേസ് ഡേ ബുക്ക്. അപ്പോൾ പണം കൊടുത്ത് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിലോ, ക്യാഷ് കൊടുത്ത് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ, ക്യാഷ് പർച്ചേസ് ആണെങ്കിൽ ഏത് ബുക്കിലാണ് വരിക? ക്യാഷ് പർച്ചേസ് ആണെങ്കിൽ നമുക്കറിയാം അവിടെ ക്യാഷ് ഇടപാട് നടന്നു, പണം ഇടപാട് നടന്നാൽ ക്യാഷ് പർച്ചേസ് ആണെങ്കിൽ അത്
ക്യാഷ് ബുക്കിലാണ് എഴുതേണ്ടത്. അപ്പോൾ പണവുമായി ബന്ധപ്പെട്ട എന്തിടപാടുണ്ടെങ്കിലും അത് ക്യാഷ് ബുക്കിൽ എഴുതണം. എന്നാൽ കടത്തിന് വാങ്ങിയതാണെങ്കിൽ, ക്രെഡിറ്റ് പർച്ചേസ് ആണെങ്കിൽ അത് പർച്ചേസ് ഡേ ബുക്കിലാണ് എഴുതേണ്ടത്. അടുത്തത് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും. പർച്ചേസ് ഡേ ബുക്ക് പറഞ്ഞു. സെയിൽസ് ഡേ ബുക്ക് അഥവാ സെയിൽസ് ജേണൽ. ഈ പർച്ചേസ് ഡേ ബുക്കിനെ പർച്ചേസ് ജേണൽ എന്ന് പറയും, സെയിൽസ് ഡേ ബുക്കിനെ സെയിൽസ് ജേണൽ എന്നും പറയും. അപ്പോൾ സെയിൽസ് ജേണൽ എന്തിനാ? പർച്ചേസ് ബുക്ക് നമ്മൾ പഠിച്ചു എന്തിനാ? കടമായിട്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ക്രെഡിറ്റ് പർച്ചേസ്, അതാണ് കടമായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് എഴുതാൻ. അപ്പോൾ സെയിൽസ് ഡേ ബുക്ക് എന്തായിരിക്കും? കടമായിട്ട് വിറ്റിട്ടുണ്ടെങ്കിൽ, ക്രെഡിറ്റ് സെയിൽസ് ഉണ്ടെങ്കിൽ, അപ്പോൾ ടു റെക്കോർഡ് ഓൾ ക്രെഡിറ്റ് സെയിൽസ്. അപ്പോൾ എല്ലാ ക്രെഡിറ്റ് സെയിൽസും എഴുതേണ്ട ബുക്കാണ് സെയിൽസ് ഡേ ബുക്ക് എന്ന് പറയുന്നത്. ഓൾ ക്രെഡിറ്റ് സെയിൽസ് ഓഫ് ഗുഡ്സ്, സാധനങ്ങൾ ക്രെഡിറ്റ് സെയിലായിട്ട് വിറ്റിട്ടുണ്ടെങ്കിൽ ഓർ റെക്കോർഡഡ് ഇൻ ദിസ് ബുക്ക് ഇൻ സെയിൽസ് ഡേ ബുക്ക്. അപ്പോൾ ക്യാഷ് സെയിൽസ് ഉണ്ടെങ്കിലോ, പണത്തിന് വിറ്റിട്ടുണ്ടെങ്കിൽ എവിടെയാണ് അത് എഴുതുക? അത് സെയിൽസ് ഡേ ബുക്കിൽ എഴുതാൻ പാടില്ല, അത് ക്യാഷ് ബുക്കിലാണ് എഴുതുന്നത്. പണവുമായി ബന്ധപ്പെട്ട എല്ലാ ഇടപാടുകളും ക്യാഷ് ബുക്കിൽ. എന്നാൽ കടത്തിന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ, ക്രെഡിറ്റ് പർച്ചേസ് ഉണ്ടെങ്കിൽ പർച്ചേസ് ഡേ ബുക്കിൽ, കടത്തിന് വിറ്റിട്ടുണ്ടെങ്കിൽ, ക്രെഡിറ്റ് സെയിൽസ് ഉണ്ടെങ്കിൽ അത് സെയിൽസ് ഡേ ബുക്കിൽ. അതുപോലെ ഇനി പർച്ചേസ് റിട്ടേൺസ് ബുക്ക്. പർച്ചേസ് റിട്ടേൺ ബുക്ക് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. പർച്ചേസ് റിട്ടേൺസ് ബുക്ക് പറഞ്ഞാൽ അത് നമ്മൾ പർച്ചേസ് റിട്ടേൺ ജേണൽ എന്ന് പറയും. ദിസ് ബുക്ക് റെക്കോർഡ്സ് ദ റിട്ടേൺ ഓഫ് ഗുഡ്സ് പർച്ചേസ്ഡ് ഓൺ ക്രെഡിറ്റ് ടു ദി സപ്ലൈസ്. അപ്പോൾ നമ്മൾ സാധനങ്ങൾ ക്രെഡിറ്റ് പർച്ചേസായിട്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ, ക്രെഡിറ്റ് പർച്ചേസായി സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു നൽകുമ്പോൾ എഴുതേണ്ട ബുക്കാണ് പർച്ചേസ് റിട്ടേൺസ് ബുക്ക്. എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങിയ സാധനങ്ങൾ ഉപയോഗപ്രദമല്ല, ഡാമേജ് ആണെങ്കിൽ, ഡാമേജ് ഗുഡ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കും. അപ്പോൾ തിരിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ വാങ്ങിയ സാധനങ്ങൾ സപ്ലയേഴ്സിന് തിരിച്ചു കൊടുത്താൽ അത് എഴുതേണ്ട ബുക്കാണ് പർച്ചേസ് ബുക്ക്. സാധനങ്ങൾ കടത്തിന് വാങ്ങിയാൽ എഴുതേണ്ടത് നമുക്കറിയാം പർച്ചേസ് ഡേ ബുക്ക്. അതുപോലെ സാധനങ്ങൾ നമ്മൾ വാങ്ങിയിട്ട് തിരിച്ചു കൊടുത്താൽ എഴുതേണ്ടത് പർച്ചേസ് റിട്ടേൺസ് ഡേ ബുക്കാണ്, അഥവാ അല്ലെങ്കിൽ പർച്ചേസ് റിട്ടേൺസ് ജേണലിലാണ്. ഇനി അടുത്ത സാധനങ്ങൾ നമ്മൾ കൺസ്യൂമേഴ്സിന് നിന്നും തിരിച്ചു കിട്ടിയാൽ അത് എഴുതുന്ന ബുക്കാണ് സെയിൽസ് റിട്ടേൺ ബുക്ക്, അഥവാ സെയിൽസ് റിട്ടേൺ ജേണൽ. നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും. സെയിൽസ് റിട്ടേൺ ബുക്ക് എന്നാൽ ദ കസ്റ്റമേഴ്സ് ടു വൂം വി ഹാവ് സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് മേ റിട്ടേൺ ടു അസ്. നമ്മൾ കടത്തിന് സാധനങ്ങൾ വിറ്റിട്ടുണ്ട് കസ്റ്റമേഴ്സിന്. അങ്ങനെ കടത്തിന് സാധനങ്ങൾ വിറ്റിട്ടുണ്ടെങ്കിൽ അതവർ തിരിച്ചു നമുക്ക് തന്നെ ഡാമേജ്ഡ് ആണെന്ന് പറഞ്ഞിട്ടോ കേടാണെന്ന് പറഞ്ഞിട്ടോ ഒക്കെ തിരിച്ചു തരികയാണ്. നമുക്ക് തന്നെ തിരിച്ചു തന്നാൽ അത് എഴുതേണ്ട ബുക്കാണ് സെയിൽസ് റിട്ടേൺ ബുക്ക്. അഥവാ സെയിൽസ് കടത്തിന് വിറ്റത് വല്ലതും റിട്ടേൺ വന്നാൽ, തിരിച്ചു വന്നാൽ എഴുതേണ്ട ബുക്കാണ് സെയിൽസ് റിട്ടേൺ ബുക്ക്, അഥവാ സെയിൽസ് ജേണൽ ബുക്ക്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചു പർച്ചേസ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധനങ്ങൾ കടത്തിന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുത്താൽ അത് പർച്ചേസ് റിട്ടേൺസ് ബുക്കിൽ എഴുതും. എന്നാൽ സാധനങ്ങൾ നമ്മൾ കടത്തിന് വിറ്റിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് കിട്ടിയാൽ നമ്മളത് സെയിൽസ് റിട്ടേൺസ് ബുക്കിൽ അഥവാ സെയിൽസ് ജേണലിലാണ് എഴുതേണ്ടത്. ഇനി അടുത്തത് നമുക്ക് ബിൽസ് റിസീവബിൾ ബുക്ക്. ബിൽസ് റിസീവബിൾ ബുക്ക് എന്ന് പറഞ്ഞാൽ വെൻ ഗുഡ്സ് ആർ സോൾഡ് ഓൺ ക്രെഡിറ്റ്, സാധനങ്ങൾ നമ്മുടെ കടത്തിന് വിറ്റാൽ ദ സെല്ലർ മേ ഇൻസിസ്റ്റ് ദ ബയർ ടു ആക്സെപ്റ്റ് എ ബിൽ ഫോർ ദ വാല്യൂ ഓഫ് ഗുഡ്സ് പർച്ചേസ്ഡ്. നമ്മൾ സാധനങ്ങൾ വിറ്റിട്ടുണ്ട്, അപ്പോൾ നമ്മൾ ഈ വാങ്ങിയ ആളെ നിർബന്ധിക്കും എന്ത്, കടത്തിന് വാങ്ങിയ സാധനങ്ങളുടെ വിലക്ക് തുല്യമായൊരു ബില്ല് എഴുതി ഒപ്പിട്ട് തരാൻ വേണ്ടി നിർദ്ദേശിക്കും. ദ സെല്ലർ മേ റെക്കോർഡ് ദ സെയിം ഇൻ എ സെപ്പറേറ്റ് ബുക്ക് കാൾഡ് ബിൽസ് റിസീവബിൾ ബുക്ക്. അപ്പം നമ്മൾ സാധനങ്ങൾ കടത്തിന് വിറ്റാൽ അതിന് പകരം നമുക്ക് ബില്ല് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അവർ എഴുതി തന്നൊരു രേഖയാണ്, സാധനങ്ങൾ കടത്തിൽ വാങ്ങിയെന്ന് അവർ എഴുതി തരുന്ന രേഖയാണ് ബില്ല് അറിയുന്നത്. ഈ ബില്ല് അവർ തന്നു കഴിഞ്ഞാൽ അത് ബിൽസ് റിസീവബിൾ ബുക്കിലാണ് എഴുതേണ്ടത്. അപ്പോൾ ഫോർ റെക്കോർഡിംഗ് ബിൽസ് റിസീവ്ഡ് ഫ്രം കസ്റ്റമേഴ്സ്. അപ്പോൾ ബിൽസ് റിസീവബിൾ ബുക്ക് ഈസ് മെയിൻറ്റെയിൻഡ് ടു റെക്കോർഡ് ബിൽസ് റിസീവ്ഡ് ഫ്രം
കൺസ്യൂമേഴ്സിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയ ബില്ലുകൾ നമ്മൾ എഴുതി വെക്കുന്ന ബുക്കാണ് ബിൽസ് റിസീവബിൾ ബുക്ക്. അപ്പോൾ ഇനി ബിൽസ് പേയബിൾ ബുക്കോ? ബിൽസ് പേയബിൾ ബുക്ക് പറഞ്ഞാൽ ഫോർ ബിൽസ് ഇഷ്യൂഡ് ടു ദ സപ്ലയേഴ്സ്. ഫോർ റെക്കോർഡിംഗ് ബിൽസ് ഇഷ്യൂഡ് ടു ദ സപ്ലയേഴ്സ്. നമ്മൾ സപ്ലയേഴ്സിന് നമ്മൾ സാധനങ്ങൾ വാങ്ങിയവർക്ക് നമ്മൾ ആ കടത്തിന് വാങ്ങി എന്നതിന് കാണിക്കുന്ന രേഖയായിട്ട് ബില്ല് എഴുതി ഒപ്പിട്ട് കൊടുക്കുകയാണ് എങ്കിൽ അങ്ങനെ നമ്മൾ ബില്ല് ഒപ്പിട്ട് സപ്ലയേഴ്സിന് കൊടുത്താൽ അത് എഴുതേണ്ട ബുക്കാണ് ബിൽസ് പേയബിൾ ബുക്ക്. അടുത്തത് ജേണൽ പ്രോപ്പർ. ജേണൽ പ്രോപ്പർ ഈസ് ഫോർ റെക്കോർഡിംഗ് ഓൾ അതർ ട്രാൻസാക്ഷൻസ്. അപ്പോൾ നമ്മൾ മുകളിൽ പറഞ്ഞത് നമുക്കറിയാം, ക്യാഷ് ബുക്ക്, പർച്ചേസ് ബുക്ക്, സെയിൽസ് ബുക്ക്, പർച്ചേസ് റിട്ടേൺസ് ബുക്ക്, സെയിൽസ് റിട്ടേൺസ് ബുക്ക്, ബിൽസ് പേയബിൾ ബുക്ക്, ബിൽസ് റിസീവബിൾ ബുക്ക്. ഇതിലൊന്നും എഴുതാത്ത ഇടപാടുകൾ. അപ്പോൾ നമ്മൾ ഈ മുകളിൽ പറഞ്ഞ ഡേ ബുക്കുകളിലൊന്നും എഴുതാത്ത ഇടപാടുകൾ, മിസലേനിയസ് ആയിട്ടുള്ള ഇടപാടുകൾ, ഇതിലൊന്നും എഴുതാത്ത ഇടപാടുകൾ എഴുതാനുള്ള ബുക്കാണ് ജേണൽ പ്രോപ്പർ എന്ന് പറയുന്നത്. ജേണൽ പ്രോപ്പർ ഈസ് എ ബുക്ക് മെയിൻറ്റെയിൻ ടു റെക്കോർഡ് ട്രാൻസാക്ഷൻ വിച്ച് ഡു നോട്ട് ഹാവ് എ പ്ലേസ് ഇൻ സ്പെഷ്യൽ ജേണൽസ്. നമ്മൾ മുകളിൽ പറഞ്ഞ സ്പെഷ്യൽ ജേണൽസിനൊന്നും എഴുതാൻ പറ്റാത്ത ഇടപാടുകൾ എഴുതാനുള്ള ബുക്കാണ് ജേണൽ പ്രോപ്പർ അല്ലെങ്കിൽ ജേണൽ റെസിജ്വൽ എന്നും ഇതിന് പറയാറുണ്ട്. ജേണൽ പ്രോപ്പർ അല്ലെങ്കിൽ ജേണൽ റെസിജ്വൽ എന്നും